ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് അതുപോലെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ചിക്കനാണ് ഞാനിവിടെ ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കിത് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കുന്ന വലിയ ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണ് മയോണൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുക്കുംബറും ക്യാപ്സിക്കം സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ചിക്കൻ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പാനിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ആക്കിയിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡ് കുക്കായപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്